ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ മെഗാ ഓഫർ സെയിലിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കോട്ടൺ സാരീസ് ആണ്, ചെക്കോട്ട സാരീസ്. അതിൻ്റെ അകത്ത് ചില ആൾക്കാർക്ക് പാർട്ടിക്ക് പോയാലും കോട്ടൺ സാരീസ് അല്ലെങ്കിൽ ഓർഗൻഡി സാരീസ് ഉടുക്കുന്ന പലരെ എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടും കൂടെ ഉടുക്കാൻ പറ്റിയ കുറച്ച് ചെക്കോട്ട സാരീസ് ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അല്ലാതെ ഡെയിലി വെയറിനുള്ള കോട്ട സാരീസും ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. എന്ന് പറഞ്ഞവർ പറയുകയാണെങ്കിൽ ലിമിറ്റഡ് പീസസേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കണ്ട് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സാരി തന്നെ ഒരു ടർക്കോയ്സ് ബ്ലൂ കളർ സാരിയാണ്, ചെക്കോട്ട സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇന്ന് കാണിക്കുന്ന എല്ലാ സാരീസിലും തന്നെ അത്യാവശ്യം നല്ല പ്ലീറ്റ്സിലൊക്കെ വർക്കുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടാണ്, ഫിഷ് ബോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. ഈ പിങ്കിൻ്റെ ഇടയിൽ കൂടെ, ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് പിങ്ക് ത്രെഡ് വെച്ചിട്ടാണ് ഇവിടെ നടുക്ക് ചെയ്തിരിക്കുന്നത്. മുന്നാടിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ രണ്ട് ഡിസൈൻ വരുന്നുണ്ട്. അടുപ്പിച്ച് ഒരു 6 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഡിസൈൻ ഇതുപോലെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റ്. അപ്പോൾ പുറകിൽ നോക്കിയാൽ 3 ഡിസൈൻ ഉണ്ട്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ അറ്റത്തുമായിട്ട് 3 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഫ്രണ്ടിലത്തെ പ്ലീറ്റിൽ അടുപ്പിച്ച് 3 ഉള്ളത്. അതും ഫ്രണ്ട് നിറച്ചുമായിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് താഴത്തെ ബോട്ടം പ്ലീറ്റ്സിലാണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്ലവറാണ്. ഇപ്പം നമ്മൾ വലിയ പൂവും മൊട്ടുമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി ബോട്ടം പ്ലീറ്റ്സിൽ ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ അതുപോലെ തന്നെ ഒരു ഡിസൈൻ വരും. പിന്നെ ബോട്ടം പ്ലീറ്റ്സിൽ ഈ ബഡ് മാത്രമായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ബഡ് മാത്രമായിട്ട് 2 ഡിസൈനാണ് ബോട്ടം പ്ലീറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സാരിയിൽ ഡിസൈനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1550 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് ആദ്യത്തെ സാരി. അടുത്ത സാരി നമുക്ക് കാണാം. അതൊരു ലാവൻഡർ ഷീറ്റ് സാരിയാണ്. ലാവൻഡർ ഷീറ്റ് സാരിയിനകത്ത് എല്ലാവർക്കും യോജിക്കുന്ന ഒരു കളറാണ്. അതിൻ്റെ അകത്ത് ഒട്ടും തന്നെ തെറിച്ച് നിൽക്കാത്ത ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഇങ്ങനെ പ്രൊജക്ഷൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു കളർ കോമ്പിനേഷനാണ്. ഒരു വളരെ അതിൻ്റെ തന്നെ ലാവൻഡറിൻ്റെ തന്നെ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത്, ആങ്കർ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്ലവർ ബഞ്ച് ഉണ്ട്. അത് മുന്താണിയിൽ 2 സൈഡിലും ഉണ്ട്. അപ്പുറത്തെ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. 2 സൈഡിലും ആയിട്ടാണ് ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ വളരെ ഒട്ടും എടുത്ത് നിൽക്കാത്ത ഒരു കളർ കോമ്പിനേഷനിലുള്ള ഡിസൈനിങ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ 2 ഡിസൈൻസാണ് മുന്താണിയുടെ 2 എൻഡിൽ വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും വരുന്നുണ്ട്. ഒരു ഡിസൈൻ ഒരു 7 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മേലിൽ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ തന്നെ ഡിസൈനിങ് വരുന്നുണ്ട്. 3 ഇതുപോലത്തെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് താഴെയാണ് പിന്നെ ഡിസൈനിങ് വരുന്നത്. താഴെ വരുമ്പോൾ ബോട്ടം പ്ലീറ്റ്സിൽ വരുമ്പോൾ ഇൻഡിവിജ്വൽ ഡിസൈൻസ് 2 കൊടുത്തിരിക്കുന്നത്. ബോട്ടം പ്ലീറ്റ്സിൻ്റെ അകത്ത് 2 ഇൻഡിവിജ്വൽ ഡിസൈൻസ് താഴെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ്. പിന്നെ ഇത് ഇവിടെയാണ് ഡിസൈനിങ് വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ 2 ഡിസൈൻ ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് സെയിം കളർ ബ്ലൗസ് പീസ് ആയിരിക്കും നല്ലത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1649 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അടുത്ത സാരി ഒരു പിസ്ത ഗ്രീൻ സാരിയാണ്. അതിൻ്റെ അകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഇത് മൾട്ടി ഷീറ്റ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കടായി കമ്മൽ സ്റ്റിച്ചും ഡേസിയും ബ്ലാങ്കറ്റ് സ്റ്റിച്ചും എല്ലാം കൂടെ കൂടിയതാണ്. ഇത് മൾട്ടി കളർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്. പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇത്രയും ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് കടായി കമ്മൽ ചെയ്തത്. നടുക്കൊരു പേളും വെച്ചിട്ടുണ്ട്, വൈറ്റ് കളർ പേളും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കാണെങ്കിലും ഒരു വൈറ്റ് കളർ ഷുഗർ ബീഡ് വെച്ചിട്ടുണ്ട്. അത് പ്യുവർ പിങ്ക് ആയിട്ടുള്ള ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇത് യെല്ലോയുടെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഡാർക്ക് ഒലീവ് ഗ്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. മറു സൈഡിലും ഇതുപോലെ തന്നെ ഇത്രയും പോർഷനാണ് മറു സൈഡിൽ തയ്ച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് തയ്ച്ചിട്ടില്ല. മുന്താണിയുടെ മറു സൈഡിൽ ഈ ഇത്രയുള്ള ഡിസൈനേ ഉള്ളൂ. അതിൻ്റെ മറ്റേ സൈഡിൽ കാണുന്നതിൻ്റെ പകുതിയാണ് ഈ സൈഡിൽ തയ്ച്ചിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ വന്നിട്ട് ഒരു ഡിസൈനാണ് ഉള്ളത്. ഇത് ഇതുപോലത്തെ മുന്താണിയുടെ മറു സൈഡിൽ തയ്ച്ചവരെ ഒരു കുഞ്ഞു ഡിസൈൻ ആണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ 3 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. തെറിച്ച് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ കാണാൻ ഒരു അത്യാവശ്യം നല്ലോണം എടുത്ത് നിൽക്കുന്ന ഒരു കളറുമാണ്. ആ രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ സാരിക്ക് വന്നിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റ് താഴത്തെ പ്ലീറ്റിലാണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലെ 2 എണ്ണം 3 എണ്ണമാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ പ്ലീറ്റ്സിൻ്റെ ഉള്ളിലും ആയിട്ട് 2 എണ്ണം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ റേറ്റ് 1699 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ ഈ പിങ്കോ ഓറഞ്ചോ ഇട്ടാലും പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് അജ്രക് പ്രിൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ഇട്ടാലും നല്ലതായിരിക്കും. ഇതാണ് ഇനി കാണുന്ന 2 സാരീസും നല്ല ഹെവി വർക്കായിട്ടുള്ളത്, അത്യാവശ്യം പാർട്ടിക്ക് പോയാൽ ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാരീസാണ്. അപ്പം നമ്മൾ കണ്ട പിസ്ത ഗ്രീൻ്റെ തന്നെ ഒരു സാരിയാണ് ചെക്കോട്ട. അതിൻ്റെ അകത്ത് പക്ഷേ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ സാരിയുടെ മുന്താണി വരുന്നത്. ഒരു എൽ ഷേപ്പിലാണ് മുന്താണിയിൽ തയ്ച്ചിരിക്കുന്നത്. ഇത് കണ്ട ബീഡ് വർക്ക് പോലെ തോന്നും, കുഞ്ഞു ഷുഗർ ബീഡ്സ് വെച്ചവരെ തോന്നും. പക്ഷെ ഇത് ബീഡ് വർക്ക് അല്ല, ജർമ്മൻ നോട്ട് അല്ലെങ്കിൽ ഡബിൾ നോട്ട് എന്നൊക്കെ പറഞ്ഞവരെ നമ്മൾ ത്രെഡും കൊണ്ട് തന്നെ തയ്ച്ചിരിക്കുന്നത്. അത് തയ്ക്കാൻ ഒത്തിരി സമയമെടുക്കും, ഈ നോട്ട് ഔട്ട്ലൈൻ തയ്ക്കാൻ. ഉള്ളിൽ സ്റ്റെം സ്റ്റിച്ചും ലേസി ഡേസിയുമാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആ കളർ കോമ്പിനേഷൻ ഭയങ്കര എന്ന് വെച്ചാൽ നല്ല എടുത്ത് നിൽക്കുന്ന കളർ കോമ്പിനേഷനാണ്. റാണി പിങ്കും റോയൽ ബ്ലൂ കളറുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് മുന്താണിയിലെ ഒരു സൈഡിൽ തന്നെ, മറു സൈഡിൽ ഒരെണ്ണമാണ് തയ്ച്ചിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങോടെ തയ്ച്ചിരിക്കുന്ന ഒരു വർക്കാണ്. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ബീഡ് പോലെ പറക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ മുന്താണിയിൽ വരും. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ നിരത്തി ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ കാണുന്ന പോർഷനിൽ ഇതുപോലെ നിരത്തിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ 5 ഡിസൈനാണ് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റ് കൊടുത്തത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ റാണി പിങ്ക് കളർ ബ്ലൗസ് പീസ് ഇട്ടാൽ, കോട്ടൺ സിൽക്കിൻ്റെ ആണെങ്കിലും ബ്ലൗസ് പീസ് റാണി പിങ്ക് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ വന്നിട്ട് താഴെ ഒരു ഡിസൈൻ, കാലിൻ്റെ അവിടെ ഒരു ഡിസൈൻ. ഇതിൻ്റെ അകത്ത് ഡിസൈൻ ഉള്ളത് നല്ല വലിയ ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വന്നത്. കാലിൻ്റെ അവിടെ ഒരെണ്ണം, ഫ്രണ്ടിൽ 5 എണ്ണം, മുന്താണിയുടെ അവിടെ എൽ ഷേപ്പിലെ ഡിസൈൻ ഉണ്ട്. പിന്നെ മറു സൈഡിലും ഒരു ഡിസൈൻ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. വലിയ മുഴുത്ത ഡിസൈനുമാണ്, കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനുമാണ്. ഇതിന് റേറ്റ് 2499 ആണ്. ഇതിൻ്റെ റേറ്റ് ഇത്രയും കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് തയ്ക്കുന്ന ഒരു സ്റ്റിച്ചാണ്. ഇതിൻ്റെ ബീഡ് വർക്ക് പോലെ ഇരിക്കുന്ന ഇത് പ്രൊജക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും, അത്രയ്ക്ക് നീറ്റാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത്, മുട്ടും ഓരെയായിരിക്കുന്ന ബാക്ക് സൈഡ് ഈ റാണി പിങ്കിൻ്റെ. അതേസമയത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല ബീഡായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഡിസൈൻ തയ്ക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് റേറ്റും അത്ര ഹെവി ആയിട്ട് വരുന്നത്, റേറ്റ് കൂടി വരുന്നത് കേട്ടോ. അടുത്തത് വന്നിട്ട് വേറൊരു പാർട്ടി വെയറാണ്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതിൻ്റെ ലെമൺ യെല്ലോ സാരിയാണ്, തീരെ പെയിൽ ലെമൺ യെല്ലോ സാരിയാണ്. ഒത്തിരി തെറിച്ച് നിൽക്കുന്ന ലെമൺ യെല്ലോ അല്ല, ബേബി യെല്ലോ എന്നൊക്കെ പറയുന്നത് ആ യെല്ലോ കളർ ഷീറ്റാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആപ്ലിക്യൂ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് മിററും ഉണ്ട്. അജ്രക് പ്രിൻ്റുള്ള കോട്ടൺ മെറ്റീരിയലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പാച്ച് വർക്ക് അല്ലെങ്കിൽ ആപ്ലിക്യൂ വർക്ക് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ, ഒരു നേവി ബ്ലൂവിൻ്റെ അകത്ത് ക്രീം ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഡിസൈനുള്ള ക്ലോത്താണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നടുക്ക് മിറർ വെച്ചിട്ടുണ്ട്, അതിന് ചുറ്റും ജുംകാസും വെച്ചിട്ടുണ്ട്. അതും വെച്ച് തയ്ച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അതിപ്പോൾ വിട്ടുപോലും എന്ന് പേടി വേണ്ട.
അതുകൊണ്ട് പിന്നെ സ്റ്റെം എല്ലാം തയ്ച്ചിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ച് എല്ലാം തയ്ച്ചിരിക്കുന്ന റെഡ് കളർ ലീവ്സും റെഡ് കളറിലാണ്. അപ്പോൾ ഈ ഒരു സാരിയുടെ ഫുൾ ബോർഡർ ഇതുപോലെ ഡിസൈനിങ് പോയേക്കുക. ഫുൾ ബോർഡർ അത് ഞാൻ പറഞ്ഞ ഇച്ചിരി ഹെവി വർക്ക് ആയിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ ഫുൾ വൺ സൈഡ് ബോർഡർ ഇതുപോലെ ഡിസൈനിങ് പൊക്കോണ്ടിരിക്കുക. കാലിൻ്റെ അവിടം വരെ ഉണ്ട് ഡിസൈൻ. ഇതിന് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. സെയിം ഈ കളർ ബ്ലൗസ് പീസ് തന്നെയാണ്, ഈ പ്രിൻ്റുള്ള ബ്ലൗസ് പീസാണ് ഇതിന് വരുന്നത്. ആവശ്യത്തിനുള്ള ആക്സസറീസും കൂടെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ വൺ സൈഡ് ഫുൾ ബോർഡർ ഇതുപോലെ ഡിസൈനിങ് പോണു. മറു സൈഡ് മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈനും ഉണ്ട്. സിംഗിളായിട്ട് മുന്താണിയുടെ മറു സൈഡിൽ ഒരു സിംഗിളായിട്ടുള്ള ഒരു ഡിസൈനും ഉണ്ട്. ഒട്ടും ഇല്ല അപ്പുറത്തെ സൈഡിൽ ഒന്നുമില്ല എന്ന് തോന്നാണ്ടിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ഡിസൈനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിനിപ്പം നമുക്കറിയാം എത്രയും ആപ്ലിക്യൂ വർക്ക് കൈകൊണ്ട് ചെയ്ത് പിടിപ്പിക്കും, മെഷീനല്ല, കൈകൊണ്ട് ചെയ്ത് പിടിപ്പിക്കാൻ ഒത്തിരി സമയം എടുക്കും. അതുപോലെ തന്നെ മിററും ജുംകാസും എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2499 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.